CPIM ദുർബലമെന്ന് സമ്മേളന നടത്തിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ രേഖയിൽ വിലയിരുത്തൽ. അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചുകൾ ദുർബലാവസ്ഥയിലാണെന്നും രാഷ്ട്രീയ ധാരണയുള്ളവരെ ബ്രാഞ്ച് സെക്രട്ടറിമാരാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ വച്ചിരുന്നു. ഷഫീദ്, അഭിഭാഷകർ അല്ലെങ്കിൽ മറ്റു ജോലി ചെയ്യുന്നവരൊക്കെ സെക്രട്ടറിമാരാക്കിയാൽ അവർക്ക് പൂർണ്ണസമയ സെക്രട്ടറിമാർ നിൽക്കാൻ കഴിയില്ല എന്നതാണോ രേഖയിലെ ആശങ്ക? ഷഫീദ്, അതടക്കമുള്ള ആശങ്കകൾ ഈ രേഖയിൽ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രമല്ല, പാർട്ടി ദുർബലമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. സമ്മേളന കാലമാണ്. സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ രേഖയിൽ അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചുകൾ ദുർബല അവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറിമാർ ശരാശരി നിലവാരത്തിലുള്ളവരാണ്. രാഷ്ട്രീയ ധാരണയുള്ളവരെ സെക്രട്ടറിമാരാക്കണമെന്നും ഈ രേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി ഫുൾ ടൈമർ വേണം. കാരണം ആ രീതിയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോക്ക് സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. സഹകരണ ബാങ്ക് ജീവനക്കാർ, സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ, അഭിഭാഷകർ തുടങ്ങിയവരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കരുത്. സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഏരിയ സെക്രട്ടറിമാരാക്കരുത്. വിഭാഗീയത അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പ് കൂടി രേഖയിൽ പറയുന്നു. അതായത് വിഭാഗീയ പ്രവർത്തനങ്ങൾ സമ്മേളനങ്ങളിൽ ഉണ്ടാകരുത്. വ്യക്തി കേന്ദ്രീകൃത പ്രവർത്തനവും തിരുത്തലുകൾ സൃഷ്ടിക്കലും അനുവദിക്കില്ല. വ്യക്തിവിരോധം തീർക്കാൻ സമ്മേളനങ്ങളെ ഉപയോഗിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് കൂടി രേഖയിൽ പറയുന്നുണ്ട്. പക്ഷേ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമുക്കറിയാം. മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ സമ്മേളനങ്ങളിൽ ഈ രേഖകൾ കൊണ്ട് മാത്രം ശക്തിപ്പെടുത്തൽ നടത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അശ്വിനി. ഓക്കെ, ഷഫീദ് റാവുത്തർ, ബ്രാഞ്ച് തലത്തിൽ കൂടുതൽ ശക്തിപ്പെടണം. അതിന് മുഴുവൻ സമയം ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ടാവണം. അഭിഭാഷകരെയും അല്ലെങ്കിൽ മറ്റു ജോലി ചെയ്യുന്നവരെയും സെക്രട്ടറി പദവിയിലേക്ക് ഇരുത്തിയാൽ അവർക്ക് അതിനുള്ള സമയം കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, സംഘടനാപരമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ രേഖയിൽ എഴുതി വെക്കുകയാണ് CPM.